നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഞാനിന്ന് CBO ജ്യൂസിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഇതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. CBO ജ്യൂസ് ഞാൻ സുജാതയുടെ ജ്യൂസറിലാണ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് ജ്യൂസറാട്ടോ ഇത്. 2 വർഷമായി ഞാനിത് വാങ്ങിയിട്ട്. ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ജ്യൂസ് അടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസറാണിത്. CBO ജ്യൂസിനായിട്ട് നമുക്കൊരു മീഡിയം സൈസ് ഓറഞ്ച് എടുക്കാം. ഒരു മീഡിയം സൈസ് ഓറഞ്ച് നിങ്ങൾ എടുക്കുക. പിന്നെ അതിന് ശേഷം ഒരു ചെറിയ പീസ് ബീട്രൂട്ട് അമിതമാകരുത്, ടേസ്റ്റ് വ്യത്യാസപ്പെടും. അപ്പോൾ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് എടുക്കാം. ഇത്രയും വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞ് എടുത്തതാണ് ഈ കാണുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതിൽ ചേർക്കാം. അസിഡിറ്റിയുടെ പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ 2 ക്യാരറ്റ് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് CBO ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. ഇനി ഒരല്പം വൈഡായിട്ടുള്ള പാത്രം വെക്കണം, അല്ലെങ്കിൽ ജ്യൂസ് മുഴുവൻ താഴെ പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈഡായിട്ടുള്ള സ്റ്റീൽ പാത്രം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ അറിയാമല്ലോ, ജ്യൂസർ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റാണ് ഇടുന്നത്. ക്യാരറ്റ് ഓരോ പീസായിട്ട് ജ്യൂസറിലോട്ട് ഇടാം. വളരെ നല്ലൊരു ജ്യൂസറാട്ടോ ഇത്. ഹെൽത്ത് കോൺഷ്യസായ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ജ്യൂസറാണിത്. ഇത് ജ്യൂസറിൻ്റെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ജ്യൂസർ ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഓരോ പീസായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലോട്ട് ഇടാം. ഓറഞ്ച് ഇങ്ങനെ പൊളിച്ചിട്ട് ഇടുന്നതായിരിക്കും നല്ലത്, വേഗം ജ്യൂസായിട്ട് കിട്ടും. ഇപ്പോൾ ജ്യൂസർ ഇല്ലയെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, മിക്സിയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. മിക്സിയിൽ അടിക്കുമ്പോൾ കുറച്ച് അധികം നേരം വേണമെന്ന് മാത്രം, കാരണം ക്യാരറ്റൊക്കെ അടിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മിക്സിയിൽ. അപ്പോൾ മിക്സിയിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. സ്ട്രെയിൻ ചെയ്തെടുക്കുകയും വേണം, കാരണം അതോടെ കുടിക്കുമ്പോൾ വളരെയധികം അത് ബുദ്ധിമുട്ടായിട്ട് മാറും. മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. മനസ്സിലായി? ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ CBO ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതാ നോക്കൂ, നല്ലൊരു റെഡ് കളറൊക്കെ ഇല്ലേ, വളരെ നല്ലൊരു ഹെൽത്തിയർ ഡ്രിങ്കാണ് ഈ CBO ജ്യൂസ്. അങ്ങനെ നമ്മുടെ CBO ജ്യൂസ് ഞാൻ കുടിക്കുകയാണ്. വളരെ നല്ല രസമുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ട് കുടിക്കുന്നതുകൊണ്ട് ഉണ്ടാവില്ല. സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലൊരു ജ്യൂസാണിത്. അതുപോലെ പീരീഡ്സ് റെഗുലർ ആയിട്ടുള്ളവർക്കൊക്കെ കുടിക്കാവുന്ന ഒരു ജ്യൂസാണിത്. വളരെ നല്ലൊരു ജ്യൂസ്, അതും ടേസ്റ്റ് വൈസ് ആണെങ്കിലും വളരെ നല്ലതാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഷുഗർ ആഡ് ചെയ്യരുത്. ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഫലമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഷുഗർ ആഡ് ചെയ്യാതെ വേണം ഇത് കുടിക്കാനായിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം CBO ജ്യൂസ് കുടിക്കലാണ്. അത് കഴിഞ്ഞാണ് ബാക്കി പണികളിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു വീഡിയോയും ഇടാം, നിങ്ങൾക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒരു ജ്യൂസറിലാണ് ചെയ്തിരിക്കുന്നത്. മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കണമെന്ന് മാത്രം, അരിച്ചെടുക്കണം, അല്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അത് കുടിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.